ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയിൽ. ഇടിപ്പിച്ചേർത്ത് പിടിക്കേ. ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോൺടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നും വന്നിരിക്കുന്ന ഒരു വള്ളിക്കെട്ടുമായിട്ടാണ്. നമുക്കറിയാം, രേണുസുതി തന്നെയാണ് നമ്മുടെ വള്ളിക്കെട്ട്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, അതൊന്ന് ഓർത്താൻ നന്ന് എന്നാണ് രേണുസുതിയോട് പറയാനുള്ളത്. വെറുതെ ഒരു പ്രഹസനമാണ്, നമ്മൾ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അവതാരപ്പിറവിയുടെ സകല ഊടായ്പകളും ആഹ്വാനിച്ചെടുത്ത മൂർത്തിയുടെ പേര് രേണുസുതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇവിടെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തൊന്ന് സഹകരിക്കുക. അതുപോലെ തന്നെ കമന്റ്, ഷെയർ, ലൈക്ക് ഇതൊക്കെ വേണ്ടുപോലൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ല, തുരുതുരാന്ന് ഇങ്ങനെ കണ്ടന്റ് തന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തുരുതുരാന്ന് ഇവിടെ ഈ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത്. കാരണം ഇവർക്ക് ആവശ്യം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ ആവശ്യം അറിഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ രേണുവിന്റെ ആവശ്യം ഇതായതുകൊണ്ട് നമ്മൾ അങ്ങ് അറിഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മുടെ എന്താണ് അനുമോളുമായിട്ടുള്ള വിഷയം നമ്മൾ റിയാക്ട് ചെയ്തിരുന്നില്ല. ഇത് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു സംഭവം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേണുവിന്റെ കുറച്ച് ഊടായ്പ തരങ്ങളും പ്രവർത്തനങ്ങളും ഇതിനകത്ത് ഉടനീളം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഫോർ എ ഫൺ. നിങ്ങൾ ആ രീതിയിൽ കണ്ടിട്ട് എന്നോടൊപ്പം കൂടിക്കോ. നമുക്ക് ഓരോന്നതിനകത്ത് കണ്ട് ചോദിച്ചു പോകാം. ഓക്കെ, സീസൺ 2 സീസൺ 2 അടുത്ത ആൾക്ക് രേണു ചേച്ചി ഇവിടെ ചോറ് വാരി കൊടുക്കുന്നുണ്ട്. ഇന്ന് വരെ അവരുടെ സ്വന്തം കൊച്ചിന് ഒരു ഉരുള ചോറ് വാരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉത്തമയായ അമ്മയാണ്. പിള്ളേരെ വളർത്താൻ വേണ്ടി പെടുന്ന നിക്കറ് വിധവയാണ്. അപ്പൊ എന്താണ് അറിയത്തില്ല, മത്സരിച്ച് 3 എണ്ണത്തിനും വാരി കൊടുക്കുന്നുണ്ട്. പുതിയ ഒരു അവതാരം വന്നുകൊണ്ട് ഈ നമ്മുടെ പ്രജീഷ് ഒന്ന് സൈഡ് ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതെന്നാ രേണു പ്രജീഷിനെ സൈഡ് ആക്കിയത്? പ്രജീഷും സൈഡ് ആയിട്ടുണ്ട്, നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടും സൈഡ് ആയിട്ടുണ്ട്. പുതിയ മഞ്ഞക്കിളിയുടെ കൂടെയാണ് ഇപ്പം രേണുസുതി കൂട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എടാ 3 എണ്ണം കൂടെ ആ പെണ്ണിനിട്ട് എന്തുവാണ് കാണിക്കുന്നത്? അത് എന്ത് കോപ്രായമാണ് ഈ കാണിക്കുന്നത്? അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് മഞ്ജു വാര്യർ അഭിനയിക്കുന്നുണ്ടോ, സിനിമയിൽ അങ്ങനത്തെ ഇന്റർമീൻസ് സീനോൺസ് ഉണ്ടല്ലോ, പിന്നെ രേണുവിന് എന്താണ് പ്രശ്നം, രേണു അഭിനയിച്ച് എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആൾക്കാർ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് തൂവാനത്തുമ്പിൽ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ വന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാനുള്ളത്, ഇതൊക്കെ എന്തുവാണ്? ഇത് അഭിനയമാണോ? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കൂത്താട്ടമാണ്. ഇത് തല്ലുകൊള്ളിത്തരം എന്ന് പറയും, തല്ലുകൊള്ളിത്തരം. ഇതൊക്കെ ശരിക്കും ബാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. എന്റെ കമന്റ് ബോക്സിൽ ഒരു ചേച്ചി ഉണ്ടല്ലോ, കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്ത് മോളെ ഇതെങ്ങനെയും നിർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ പേരുണ്ടല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുകുട്ടികളൊക്കെ ഇത് കാണുന്നതല്ലേ, അവര് വഴിവഴച്ച് പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം കമന്റ് വന്നിട്ടുണ്ട്. അതിനൊക്കെ കുറെ അധികം ലൈക്കും തന്നെയാണ് വന്നിട്ടുള്ളത്. സൈബർ സെല്ലിൽ ഇവൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റുമോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെയല്ലേ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിയാണ്, ഈ കുഞ്ഞു മക്കളൊക്കെ ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇത് കുറച്ച് പിള്ളേർ സെറ്റ് അവിടെ നിൽപ്പുണ്ട്. അതിന്റെയൊക്കെ എന്ത് കോപ്രായമൊക്കെ ആണെങ്കിലും ഒരു ഡയറക്ടർ ഇറങ്ങിയിട്ടുണ്ട്. ഡയറക്ടറിന് കെട്ടിപ്പിടിച്ചത് ഉമ്മ കൊടുത്തു ഒന്നും പോരാ. ദാസേട്ടാ കുറച്ചും കൂടെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇതാണെങ്കിൽ അവരാണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുകയാണ്. കാരണം അവർക്ക് ആവശ്യമാണ്, ഡയറക്ടർ അത് അറിഞ്ഞ് ചെയ്യുന്നുമുണ്ട്. അപ്പം ഇതൊക്കെയാണ് സിറ്റുവേഷൻ. പിന്നെ രേണുവിന് ഇഷ്ടമുള്ള സാധനം നമ്മുടെ മാജിക് മൊമെന്റ് മാത്രമല്ല, വേറൊരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ ഓക്കെ, രേണുവിന് പെട്രോളും ഇഷ്ടമാണ്. ഇനി വലിയ പെട്രോളിന്റെ കളർ കണ്ടിട്ട് വേറെ വലിയ ബ്രാൻഡാന്ന് പറഞ്ഞ് അടിച്ച് വടിയാകാതിരുന്നാൽ മതി കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആർത്തി മൂത്ത് നിൽക്കുമ്പോഴത്തേക്ക് പെട്രോൾ ഒന്നും എന്റെ പൊന്നി രേണു എടുത്ത് കുടിച്ചേക്കരുത് എന്നൊക്കെ നമുക്ക് പറയാനുള്ളൂ. അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കണ്ടന്റ് ആയിരിക്കും. അപ്പം രേണുവിന് പെട്രോളും പിന്നെ എന്താ വേറെ ഏതാണ്ടൊക്കെ സാധനങ്ങളും കള്ളും എല്ലാം ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രേണു. പിള്ളേരെ വഴിതെറ്റിക്കാൻ വേറെ ഒരു ഇതൊന്നും ഇല്ല. സർക്കാരിന് നല്ലൊരു പ്രൊമോഷൻ ആയിരിക്കട്ടോ. സർക്കാരും കൂടെ പുതിയ ബ്രാൻഡിന് ഇവളെ ഒന്ന് കൊണ്ടുപോകണം. നല്ല പ്രൊമോഷൻ കിട്ടും. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇട്ടതിനേക്കാളും കൂടുതൽ പ്രൊമോഷൻ കിട്ടും രേണുവിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ രേണുവിനോട് കുറച്ച് ആൾക്കാർ കല്യാണക്കാരും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ പുള്ളിക്കാരുടെ കാമുകൻ അങ്ങ് UK-ലും ലണ്ടനിലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ UK പോക്ക് അങ്ങ് സ്റ്റോപ്പ് ആയി തോന്നി. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ കാമുകനും ഇല്ല, ഒന്നുമില്ല. ഇനി അവളെ തേച്ചോ എന്നറിയത്തില്ല. അപ്പൊ ക്യാഷ്നെറ്റ് പോയ അണ്ണാനെ പോലെയാണ് ഇപ്പൊ രേണുവിന്റെ അവസ്ഥ. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോഴെങ്ങനെ എന്താ പറയണമെന്ന് ഒരു ഉത്തരം മുട്ടി അണ്ണാക്കി പിരിവിട്ട് നിൽക്കുന്ന രേണുവിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ കഴിഞ്ഞ മാസമൊക്കെ തകർത്ത് ആടിയതാണ്. മൈലാഞ്ചിയും തട്ടമൊക്കെ ഇട്ടിട്ട് പുള്ളി തേച്ചിട്ട് പോയി നടത്തില്ല. കാരണം ഞാൻ തേച്ചിട്ട് പോകുകൂടെ, ഇതിനൊക്കെയാണോ വെച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നടത്തിക്കണ്ടേ. അപ്പം എന്തോ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അപ്പൊ നാട്ടുകാരാണോ അയ്യേ എന്ന് വെക്കും.
അപ്പൊ നമുക്ക് അതൊക്കെ വിട്ടേച്ച് കഴിഞ്ഞ ദിവസത്തെ അനുമോളുമായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ, രേണുവാണ് ഇതിന് തുടക്കം വെച്ചത് കൊടുത്തത്. അപ്പം ആ ഒരു സംഭവം ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് മെയിൻ സ്ട്രീംകാർ ചോദിക്കുന്നു, രേണു മറുപടി കൊടുക്കുന്നു. അവിടെ നിന്നാണ് ഈ പ്രശ്നം. അപ്പൊ പ്രശ്നം തുടങ്ങിയ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്കും തുടങ്ങാം. ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ ചർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസിൽ ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും അനുഭവം ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. രേണുവിനോട് ചോദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണ്. രേണുവും അനുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് രേണു കൊടുക്കുന്ന മറുപടി എന്താണ്? ഇന്ന് ബിന്നിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ അനുമോള് വന്നു. ഇത് എന്ത് തേങ്ങാക്കൊലയടി നീ പറയുന്നത്? നിന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അവിടെ അനുമോള് ബിന്നിയുടെ ഫംഗ്ഷന് വന്നോ ഇല്ലയോ, നീ എന്തിനാണ് അങ്ങനെ പറയുന്നത്? നിന്നോട് ചോദിക്കുന്ന കാര്യം നീ വ്യക്തമായിട്ട് മറുപടി കൊടുക്കണം. ഇവള് മനഃപൂർവ്വം ഇവിടെ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുവാണ്, അവിടെ ഒരു അടി നടക്കണം. അപ്പൊ അവരൊരു അടി നടക്കാനും പിന്നെ പ്ലസ് അതുപോലെ തന്നെ അനുമോളുടെ തോളെ കയറാനും വേണ്ടിയിട്ട് ഇവള് ഇത് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് ഇവിടെ സ്വഭാവം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയതാണ്. ഞാൻ നമ്മുടെ അതുലിനെ തീർക്കണം, വക വരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുഞ്ഞാര മോള് വന്നിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞപ്പോ എന്റെ പൊന്നടെ അക്ഷരാർത്ഥത്തിൽ ഈ പുള്ളിക്കാരി കൊള്ളാലോ, അത്ര പഞ്ചപാവം പാവാടവള്ളി ഒന്നും അല്ല, ഇവള് നല്ല വിഷമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ അതുപോലെ ഒരു ഇവള് സൈലന്റ് ആയിട്ട് നിന്ന് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് മനസ്സിലായ സംഭവമാണ്. അപ്പൊ ഇവിടെയും അയ്യോ പാവം രേണുചേച്ചി അയ്യോ രേണുചേച്ചി ഒന്നിനുമില്ല, ബിഗ് ബോസിൽ ഒന്നിനുമില്ല, വാ തുറക്കാത്ത ഒരു പഞ്ചപാവം, സുധിച്ചേട്ടനെ കൊണ്ടങ്ങ് ജീവിക്കുന്നു, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല എന്നൊക്കെ പറഞ്ഞ വളരെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഗൈസ്. ഇവളെ പോലെ ഒരു വിഷകത്ത് വേറെയില്ല, ഭൂലോകത്തില്ല എന്നാണ് പറയാനുള്ളത്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇവൾ ഇങ്ങനെ ഒരു സംഭവം വെച്ചു കൊടുത്തു. അപ്പൊ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി നമ്മുടെ അനുമോള് ബബിതയുടെ ചാനലിൽ വന്നിട്ട് ബബിതയുടെ ഒരു ആൻസർ പറയുന്നുണ്ടായിരുന്നു. അനുമോക്കാണെങ്കിൽ ഇവിടെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഏതായാലും അനുമോള് പറഞ്ഞ ഒരു മറുപടിയും കേൾക്കാം. അനുമോള് മറുപടി പറഞ്ഞതിന് ശേഷം ചേച്ചിയുടെ ഒരു മെഴുക്കലും ഉണ്ട്, അതും കൂടെ കണ്ടിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. അപ്പം ഏതായാലും അതൊന്ന് കാണാം. നിങ്ങൾ ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ എന്തോ ചർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷൻ ആണ്, ആ ഒരു ലോഞ്ചിന് ആ കാര്യം അവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന് ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എന്റെ നാട്ടിലെ അമ്പലത്തിൽ എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകുമായിരുന്നു ഞാൻ ഓൾറെഡി നൂബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനു തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവിടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, എന്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഒരു കാര്യമാണ്, രേണു ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും ചർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ കൊടുക്കേണ്ട. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോൺടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നം? അനുമോള് എന്ന് പറഞ്ഞൊരു വ്യക്തി രേണുവിനെ പോലെയല്ല. അവർക്ക് നല്ല ബോധവും വിവരവും പക്വതയും എവിടെ എങ്ങനെയെന്ന് അവർക്ക് കറക്റ്റായിട്ട് ബോൾഡായിട്ടോ അറിയാവുന്ന ഒരു കുട്ടി തന്നെയാണ്. അതുകൊണ്ടൊക്കെ ഇവളെ പോലുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യരൊക്കെ ആയിട്ട് കോൺടാക്ട് വെക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഒരു നാട്ടിൽ ഒരു വിലയും ഇല്ലാത്ത ഒരാൾക്കാർ അല്ലെങ്കിൽ പറയിപ്പിച്ച് നടക്കുന്ന ഒരാൾക്കാർ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെന്ന് നമ്മൾ പറയുമോ? നമ്മൾ ഒരിക്കലും പറയത്തില്ല. നമുക്ക് നാണക്കേടാണ്. സമൂഹത്തിൽ കുറച്ച് നല്ല നിലയും നല്ല ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യരെ മാത്രം നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിർത്താനും അതുപോലെ ഇതിന്റെ അഭിമാനത്തോടെ പറയാൻ പറ്റുള്ളൂ. ഇതെന്താണ്, ഇത് കുപ്രസിദ്ധിയിലൂടെ വന്നിട്ടുള്ള പുള്ളിക്കാരിയൊക്കെ എങ്ങനെയാണ് ഫ്രണ്ടാന്ന് പറയാൻ പറ്റുന്നത്? പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാല് അനുമോൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അവൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, മറ്റുള്ളവരെ വെറുപ്പിക്കാതെ അവൾ അവിടെ കാര്യം നോക്കി പോകുന്നു. ഇവർക്ക് എന്ത് തേങ്ങയാണ് ഇത് കഴിഞ്ഞിട്ട് ഇവളോട് ഈ മെയിൻ സ്ട്രീംകാർ തന്നെ ഇവമാർ കയ്യിലുണ്ട് കുരുത്തക്കേട്. ഇവമാര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത്ര ശരിയല്ല. പിന്നെ അതുപോലെ തന്നെ ഇവമാര് വളച്ചൊടിക്കുന്നതുകൊണ്ട് രേണു ഇതെല്ലാം നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഇനി രേണു ഇതിന് പകരം കൊടുത്തൊരു മറുപടി കൊണ്ട് അവക്കങ്ങ് വെപ്രാളമാണ്. നമുക്ക് അതും കൂടെ കണ്ടിട്ട് പോകാം. അതുപോലെ ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്നു അനുമോളും ചേച്ചി തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് 2 ദിവസം ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഒരാൾ അനുമോളുടെ ഒരു വോയിസ് ക്ലിപ്പ് അതായത് ചോദിക്കുന്നത് അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു എന്നാണ് അത് പറയുന്നത്. അനുമോളുടെ വളർച്ച ഞാനിതിനാണ് അസൂയപ്പെടുന്നത്. അനുമോൾ എന്ന് പറയുന്നത് കൊല്ലം സിരിച്ചേട്ടൻ്റെ ഒരു സഹപ്രവർത്തകയാണ് അല്ലേ. അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് അനുമോൾ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷം മുന്നേ അറിയാവുന്നതാണ് ഈ ബിഗ് ബോസിലെ ഷാനവാസിക്കൊക്കെ രേണു ചേച്ചിക്കും പിന്നെ ഒരാളെ കൂടെ ജിഷൻ ചേട്ടനും എന്നെ അറിയാവുന്നതാണ് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, സുചേട്ടൻ്റെ സഹപ്രവർത്തകനാണ്. അവരെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. ഞാൻ പറയുവാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ ഫോൺ വിളിച്ചൊന്നും സംസാരിക്കാറില്ല. ഞാൻ നേരിട്ട് മീഡിയക്കാരുടെ മുന്നേ ഞാൻ സംസാരിക്കാറുണ്ട്. അതിനകത്ത് ആ വീഡിയോ ഇട്ട ആളുടെ അരികിൽ ഒരു വോയിസ് ഉണ്ട്, അത് സംസാരിച്ചത്. അപ്പൊ അതിന്റെ അകത്ത് അനുമോളാണെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് രേണുവിന് അത് നേരെ പറഞ്ഞാൽ പോരെ, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അത് വളച്ചൊടിച്ചാണ്. ഇങ്ങനെ സംസാരിക്കണം, വളച്ചൊടി. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ മുക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം. അതെന്റെ ഇഷ്ടമാണ്. ഞാനിന് വേറെ തെറ്റൊന്നും പറഞ്ഞില്ല. അവരെ പറ്റി ഞാൻ നല്ലത് അല്ല ചീത്തയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത്
അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് വന്ന് കാണില്ല. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് കാണില്ല. അതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവര് പറയുന്ന പോലെ ഇങ്ങനെ എന്നാ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്നവരെന്ന് ആലോചിച്ച് നോക്കി. റീച്ചിന് വേണ്ടിയിട്ടല്ലേ, റീച്ചിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിക്കുന്നത്. ഞാൻ നേരെ ചൊവ്വേ കാര്യം പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതിന് അനുമോളുടെ വളർച്ച അന്ന് തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ അനുമോൾ വളരുന്നത്. എന്ത് അസൂയ, എനിക്കൊരു അസൂയയില്ല. അവര് വിന്നറായത് അവരുടെ കഴിവ് കൊണ്ടാണ് വിന്നറായത് അല്ലേ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു എന്താ പറയാ കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫാണ്. ഇപ്പം വളർന്നു വരുന്ന ഒരു ചെറിയൊരു രീതിയിൽ വെച്ചിട്ടുണ്ട്. അനുമോളൊക്കെ എത്രയോ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്കൊരു അനുമോളുടെ വളർച്ചയിൽ എനിക്കൊരു അസൂയയില്ല. അനുമോളുടെ എന്നല്ല, ഒരു സെലിബ്രിറ്റികളും വളരുന്നതിന് എനിക്ക് ഒരു അസൂയയില്ല. എനിക്ക് സന്തോഷം മാത്രമല്ല. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. അയ്യോ, നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറയും. നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനാണോ പെണ്ണ നീ ഉത്തരം കൊടുക്കുന്നത്? നീ ആണോ? നീ ചക്കാന്ന് പറയും, മാങ്ങാന്ന് പറയും. ചക്ക ചോദിച്ചാൽ മാങ്ങാന്ന് പറയും, മാങ്ങാന്ന് ചോദിച്ചാൽ തേങ്ങാന്ന് പറയും. അതുപോലത്തെ ഒരു ഇനം. എന്നിട്ട് നിനക്ക് ബിസിയോ? നീ എന്ത് തേങ്ങാക്കൊല എടുത്തിട്ടാണ് ബിസി ചെയ്യുന്നത്? ഇതുപോലെ അളിഞ്ഞുറഞ്ഞ കുറെ എന്താണ് ആൽബവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് മനുഷ്യർക്ക് കാണാൻ പറ്റുന്നതാണോ? പിള്ളേർക്ക് കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്നതാണോ? ഇവിടെ മറ്റേ AJPയുടെ യൂണിവേഴ്സിലുള്ള ലേഡി സൂപ്പർ സ്റ്റാർ, അതുപോലത്തെ കുറെ അവതാരങ്ങൾ വന്നിട്ട് നിന്നെയൊക്കെ വന്നിട്ട് പൂഴ്ത്തി പാടും. സജീനയും പിന്നെ വേറെ ഉണ്ടല്ലോ, അവരെ പോലെയുള്ളവന്മാർ. വേറെ ആരെങ്കിലും നിന്നെയൊക്കെ എടുത്തിട്ട് തലക്കയറ്റി വെച്ച് നടക്കുമോ? ബാക്കി നമ്മുടെ തന്നെ വീഡിയോസ് നോക്കിയാൽ മതി. ഏതാണ്ട് ഒരു 100 ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 ഡിസ്ലൈക്ക് ഇവിടെ ഉണ്ട്. എന്താണ്, ഇവിടെ 10 പേരുണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വിവരം കേട്ട കുറെ എണ്ണങ്ങളുണ്ടല്ലോ ഈ കേരളത്തിൽ നിന്ന് ഓർക്കുമ്പോൾ. ഈ പെണ്ണ് എന്ത് തേങ്ങക്കൊലയാ പറയുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലായി. ഇവിടെ എന്തിനാണ് കിടന്ന് വെപ്രാളപ്പെടുന്നത്? നിനക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത്? പിന്നെ അനുമോള് നിന്നെയൊക്കെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞത് അത് അവിടെ ക്വാളിറ്റി. അവർക്ക് മനുഷ്യരെ ഇൻസൾട്ട്, നീയൊക്കെ കാണിക്കുന്നവരെ ഇൻസൾട്ടും തുപ്പി കാണിക്കാനും പറ്റത്തില്ല. നിനക്ക് ആരെ കണ്ടാലും തുപ്പി കാണിക്കാനും അതങ്ങനെയാണ്. നിനക്കൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നീയൊക്കെ പഠിച്ച പാഠമുണ്ട്, നീയൊക്കെ ജീവിച്ചു വന്ന രീതിയുണ്ട്. അതിന് കുടുംബ മഹിമ എന്നൊരു സാധനം വേണം. അത് ഇല്ലാത്ത ഒരു ക്വാളിറ്റി. അതിന് നല്ല ഡാഡിക്ക് ജനിക്കണം എന്നുള്ള ഒരു പഴമക്കാരെങ്ങനെ പറയാറുണ്ട്. അപ്പൊ നല്ല വിത്തായിരിക്കണം. വിത്ത് ഗുണം 10 ഗുണം എന്നാണ് പറയുന്നത്. അപ്പൊ വിത്ത് നല്ലതല്ല. വിത്ത് നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ വിളവും നല്ലതല്ലായിരിക്കും എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഈ ഒരു ലൂപ്പിൽ നടന്നിരുന്ന ഒരു സംഭവം. നമ്മളത് റിയാക്ട് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി. അപ്പം ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ബൈ.